ഓഹോ, വെൽക്കം ടു ലൈവ്. ഗായത്രി മുത്തേ, ഇവിടെ ആരുമില്ലേ? നീ പോയി അടുത്ത വെള്ളിയാഴ്ച വാ. കണ്ടാന്നോ കൊച്ചിനെ കൊണ്ട് തല്ലിക്കൊല്ലാനൊക്കെ പോയത്? ഒരു കൊച്ചു വെച്ച് പാവം, അതിനെ ഒത്തിരി അങ്ങ് ഉപദ്രവിക്കുവാന്നേ. അവരെ അറസ്റ്റ് ചെയ്തു പോലീസ്. എന്നാൽ ഇതിനൊക്കെയുള്ള അവസരങ്ങൾ കിട്ടുന്നതേ ഭയങ്കര കഷ്ടമാണ്. ഇവിടെ സ്ത്രീയാണോ പുരുഷനാണോ പീഡിപ്പിക്കുന്നതെന്ന് നോക്കി കുറേ പേര് പുരുഷ സംരക്ഷണം, സ്ത്രീ സംരക്ഷണം. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് കുട്ടികൾ, അത് കഴിഞ്ഞ് പട്ടികൾ, പൂച്ചകൾ, അത് കഴിഞ്ഞ് സ്ത്രീയും പുരുഷനും പീഡിപ്പിക്കപ്പെടുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ സ്ത്രീയെന്നും പുരുഷനെന്നും എന്നൊക്കെ പറഞ്ഞ് കണ്ണിപ്പൊടിയിട്ട് ആളെ പറ്റിക്കുകയോ ചെയ്യുന്നത്. ശരിക്കും കുട്ടികളാണ് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് കേരളത്തിൽ ലോകത്തെമ്പാടും നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അതിനിടെ ചുമ്മാ കിടന്നുകൊണ്ട് ആണാണോ പെണ്ണാണോ എന്ന് നോക്കി നടക്കുക, അങ്ങനത്തെ മണ്ടത്തരമൊക്കെ കാണിച്ച് ആൾക്കാർ പറ്റിക്കപ്പെടുന്നുണ്ട്. ഇവിടെ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് പിള്ളേരെയാണ്. അമ്മു പ്രിജി ഇവിടെ ഒരു കൊച്ചിനെ ഞാൻ 6 വയസ്സുകാരനെ എടുത്തിട്ട് അലക്കിയെന്ന് വരുത്തുന്നു. തൊപ്പിയെ പറ്റി എന്താ അഭിപ്രായം? ഒരു പാവം ബിഗ് ബോസ് പട്ടി ഷോ. കോക്ക് പണ്ടത്തെ പോലെ ആക്റ്റീവ് അല്ലല്ലോ ഇപ്പോൾ, എന്ത് പറ്റി? ഐ ഡോണ്ട് നോ. മോഹൻലാൽ പാൻ. അപ്പോൾ അങ്ങനെ വരുമ്പോഴേ, എന്നിട്ടും കണ്ടോ, ഇപ്പോഴും പോലീസുകാർക്കൊന്നും ചെയ്യാനില്ല. പോലീസിൻ്റെ നമ്പർ ഇപ്പോഴും പിള്ളേർക്ക് അറിയത്തില്ല. കുട്ടികൾ ഡയൽ ചെയ്യേണ്ട നമ്പറൊന്നും മറ്റേ അമേരിക്കയിലൊക്കെ ആദ്യം സ്കൂളിൽ പഠിപ്പിക്കുന്ന അതൊക്കെയാണ്. ഇവിടെ നിന്ന് എത്ര പിള്ളേർക്കറിയാം ഏത് നമ്പറിൽ വിളിച്ചാൽ രക്ഷപ്പെടുത്താൻ പറ്റും? വീട്ടുകാർ തല്ലി അവരെ വിളിക്കും അവർ. എന്നിട്ട് എന്ത് ചെയ്യാൻ? എന്തിനും വകുപ്പുണ്ടോ? അസ്സലാമു അലൈക്കും. തലവെട്ട് ശിക്ഷ നടപ്പാക്കിയാലോ? തലവെട്ട് ശിക്ഷ നടപ്പാക്കിയിട്ട് കാര്യമില്ല. അത് വല്ല കൊലയാളിയൊക്കെ ഉണ്ടെങ്കിൽ അവർക്കാവാം. എവിടെ കുട്ടികളെ പീഡിപ്പിക്കുന്ന? അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. 1098ഒക്കെയാണ്, പക്ഷേ അത് എത്ര കുട്ടികൾക്കറിയാം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. എത്ര പേര് വിളിച്ചിട്ട് എന്തൊക്കെ റിസൾട്ട് ഉണ്ടായി? കേരള പോലീസിൻ്റെ പേജ്